ഹായ് ഹലോ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ചൈനീസ് കോളർ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ അതിനു വേണ്ടി ഇതാ ചുരിദാർ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ സെൻറ്റർ ഭാഗം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 38-40 സൈസ് വരുന്ന ചെസ്റ്റ് സൈസ് വരുന്ന ചുരിദാറിൻ്റെയാണ്. ഇവിടെ ക്യാൻവാസ് ഷേപ്പ് പീസിൽ ക്യാൻവാസ് ഇതുപോലെ അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ടുമുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ആ നെക്ക് വിടുത്ത് എടുത്തിട്ടുള്ളത് 3 ഇഞ്ചും നെക്ക് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 3.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3.25 ഇഞ്ചോളം എടുക്കാം കേട്ടോ. അത്യാവശ്യം തടി വരുന്ന ആൾക്കാർക്കാണത്. നെക്ക് വീതി 3 ഇഞ്ചും നെക്ക് ലെങ്ത്ത് 3.5 ഇഞ്ചും ആണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഈ ഷേപ്പ് പീസ് എടുത്ത ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ പോയിൻ്റ് ചെയ്ത് കൊടുത്ത ശേഷം ആ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലോട്ട് ഒരു 1/2 ഇഞ്ച് പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചൈനീസ് കോളറാണ്, ഫ്രണ്ട് ഓപ്പൺ ഇല്ലാത്തതാണ്. അപ്പോൾ അവിടെ ഒരു വി കട്ട് നെക്ക് കൊടുക്കാനാണ് കേട്ടോ. ഇനി ഇതുപോലെ സെൻറ്ററിലൊന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക, ലൈൻ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ആ 1/2 ഇഞ്ചിലോട്ട് നമ്മളിത് അതുപോലെ വി ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളിതാ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് നെക്കിൻ്റെ ഇറക്കം അപ്പം നമുക്ക് കിട്ടുക ഒരു 7.5 ഒരു 8 ഇഞ്ചാണ് വരിക. അതിനുശേഷം നല്ല ഭാഗം വെച്ച ശേഷം അതിൻ്റെ മുകളിലോട്ട് നല്ല ഭാഗം ഒരുമിപ്പിച്ച് വെക്കണം കേട്ടോ. കാണാമല്ലേ, സെൻറ്റർ ഭാഗം ഒരുമിപ്പിച്ച് വെച്ച ശേഷം അതിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ലൈൻ ഇട്ടിട്ടുണ്ടല്ലോ അതിലൂടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ആ ഷേപ്പ് പീസ് നമ്മുടെ നല്ല വർക്ക് മെറ്റീരിയലിൽ നിന്ന് സ്ലിപ്പായിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ പോയിൻ്റുകൾ തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെൻറ്ററിൽ സ്റ്റിച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം ഇപ്പോൾ വരുന്നില്ല. നമ്മൾ ഈ വി കട്ട് മാത്രം ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഒരു 38-40 സൈസ് വരുന്ന അത്യാവശ്യം തടിയുള്ള ആൾക്കാരെ ഒരു ഇതാണ് കേട്ടോ അത്. നെക്ക് ഇതുപോലെ നമ്മൾ ആ വി കട്ടിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഇപ്പോൾ കാണാമല്ലേ, നമ്മൾ ആ വി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ നെക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നല്ലവണ്ണം ശ്രദ്ധിച്ച ശേഷം ആ വി കട്ട് ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളതൊന്ന് തിരിച്ച് വെച്ച് നോക്കുക. കാണാമല്ലേ, ഇതുപോലെ കട്ട് ചെയ്ത ശേഷം അത് തിരിച്ചിട്ട് നോക്കുക. കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടോ? ആ ഒരു ചുളിവ് വരുന്ന ഭാഗം കാണാണ്ടോ? ആ ഒരു കോൺ ഭാഗത്ത് ചെറിയൊരു ചുളിവ് വരുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആ കോണിൽ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ആ കട്ടിങ് എത്തിയിട്ടില്ല. കാണാമല്ലേ, അതൊന്നും കൂടെ തിരിച്ച് വെച്ച ശേഷം ഇതുപോലെ കറക്റ്റ് ആ ത്രെഡ് നൂല് എവിടെയാണോ വരുന്നത് എന്നുള്ളത് നോക്കിയൊക്കെ ആ കോൺ സ്റ്റിച്ച് എവിടെ വരുന്നത് കാണാമല്ലേ, ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് തയ്യൽ തുമ്പ് നല്ലതാണ് കേട്ടോ. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നല്ല തുണി അല്ല എന്നുണ്ടെങ്കിൽ പിനിഞ്ഞ് പോരാൻ സാധ്യതയുണ്ട്, കീറിപ്പോരാൻ ഡാമേജ് ആവും കേട്ടോ. അതും ശ്രദ്ധിക്കും വേണം. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്ക് മുതൽ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നെക്ക് മുതൽ സ്റ്റിച്ച് ചെയ്യുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻവാസ് വെച്ച ആ ഒരു നമ്മൾ ഷേപ്പ് പീസ് അതിൽ ജോയിൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കോളർ വെക്കുന്ന സമയത്ത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിപ്പായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. കാണാമല്ലേ, ഇപ്പോൾ ക്യാൻവാസ് വെച്ച പീസ് അതിൻ്റെ മുകളിലോട്ട് നല്ല പീസ് അതുപോലെ വെച്ച് കൊടുത്ത ശേഷം ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ആ വി കട്ട് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. കാണാമല്ലേ. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഷോൾഡർ ജോയിൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ബാക്കിൽ ഞാനൊരു 1.5 ഇഞ്ചിൽ ഇറക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കൂടുതൽ പാടില്ല. അതിനുശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഒരുമിപ്പിച്ച് വെച്ച ശേഷം കറക്റ്റായിട്ട് ഇതുപോലെ ഷോൾഡർ 2 സൈഡും ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ജോയിൻ്റ് ചെയ്ത ശേഷം അതിനൊരു ജസ്റ്റ് ഒരു മോളടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും, നല്ല പെർഫെക്റ്റായിട്ട് കിടക്കും ചെയ്യും. അതുമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 2 സ്റ്റിച്ച് മസ്റ്റാണ്. അപ്പോൾ ഒരു സ്റ്റിച്ച് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റിച്ചാണ് ഈ മുകൾ സൈഡിലോട്ട് ഇട്ട് കൊടുക്കുന്നത്, നല്ല ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഈ സ്റ്റിച്ച് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ തയ്യൽ തുമ്പ് എന്ന് പറയുന്നത് ബാക്ക് സൈഡിലോട്ട് പോണേ, ഫ്രണ്ടിലോട്ട് വരരുത്. കാണാമല്ലേ, ഇതുപോലെ നമുക്ക് നീറ്റായിട്ടിപ്പോൾ കഴുത്ത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാൻവാസ് കോളർ വെക്കണം. കോളർ വെക്കണതിൻ്റെ മുമ്പ് എത്രയാണ് നമുക്ക് ആ കോളറിൻ്റെ നീളം വേണ്ടത് എന്നുള്ളത് എടുക്കാം കേട്ടോ.
ഇതുപോലെ ഫുള്ളായിട്ട് എത്രയാണോ വേണ്ടത് ഫുള്ളായിട്ട് നമ്മൾ ഫുൾ റൗണ്ട് ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ നോക്കി നോക്കുക. കറക്റ്റ് 17 ഇഞ്ച് നമുക്ക് കിട്ടണം. ഫുൾ റൗണ്ട് കോളർ നമുക്ക് 17 ഇഞ്ച് കിട്ടണം കേട്ടോ, ഇവിടം തൊട്ട് ഇവിടം വരെ ഫുള്ളായിട്ട്. ഇനി ഇതുപോലെ ഒരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പേപ്പർ ക്യാൻവാസ് എടുത്ത ശേഷം ജസ്റ്റ് ഒരു 8.5 ഇഞ്ചൊന്നും വേണ്ട, ഒരു 7 ഇഞ്ചിലൊക്കെ പോയിൻ്റ് ചെയ്താൽ മതി. ഒരു 8 ഇഞ്ചിൽ ഞാൻ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് 4 ഇഞ്ച് ഇതുപോലെ ഒരു സ്ക്വയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളിത് കാണാല്ലേ 4 ഇഞ്ചിലാണ് ജസ്റ്റ് ഒന്ന് കൊടുത്തു തന്നെ ഉള്ളൂ. ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 4.25 ഇഞ്ച് സെൻറ്റർ ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ടേപ്പ് ഒന്ന് മടക്കി കൊടുത്താലും മതിയാവും, കാണാല്ലേ. അതിനുശേഷം നമ്മളിവിടെ ഒരു താഴെ ഇതുപോലൊരു 2 ഇഞ്ച് കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുത്ത ശേഷം അതാ ഇതുപോലെ ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കണം, വളച്ച് ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ സ്ക്വയർ ഷേപ്പ് കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. 4 ഇഞ്ചിൽ ഞാൻ ജസ്റ്റ് എന്താ വെച്ചാൽ വരക്കണ രീതിയിൽ മനസ്സിലായിക്കോട്ടെ എന്നുള്ളത് ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കാണിച്ചു തന്നേ ഉള്ളൂ. നമുക്ക് കറക്റ്റ് പോയിൻ്റുകൾ കിട്ടിയാൽ മതിയാവും. ഇതുപോലെ ഇനി ഓരോ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഓരോ ഇഞ്ച് പോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക, കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇനി എന്ത് ഷേപ്പാണോ നമുക്ക് സ്റ്റാർട്ടിങ് പോയിൻ്റ് വേണ്ട, റൗണ്ടാണെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചതുര ഷേപ്പാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റാണ് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതിരിക്കരുത്. ഇതുപോലെ ഒന്നും കൂടെ അളവ് ചെക്ക് ചെയ്ത് നോക്കണം എത്രയുണ്ട്. നമുക്ക് ആകെ 17 ഇഞ്ച് മതി, അതിൻ്റെ പാതി പറഞ്ഞാൽ 8 ഇഞ്ച് മാത്രം മതി കേട്ടോ. അത് ഒരുപാട് കൂടുതലാണ്, കാണാല്ലേ. ഇതുപോലെ വെച്ച് കൊടുക്കുക. 6.5 8.5യിൽ ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക, കാണാല്ലേ. അതുവരെ മതി നമുക്ക്. അവിടെ നമ്മൾ ജസ്റ്റ് ഷേപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഷേപ്പ് ഇട്ട് കൊടുത്ത ശേഷം കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കണം, അളവ് കറക്റ്റാണോ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കറക്റ്റായിട്ട് നിവർത്തി വെച്ചിട്ട് നോക്കി നോക്കുക, കാണാല്ലേ. 17 ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ബാലൻസ് വരുന്ന ഒരു പീസ് എടുത്ത ശേഷം അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളിത് ക്യാൻവാസ് അയൺ ചെയ്തിട്ട് എടുക്കാൻ പോവാണ്, ഇസ്തിരി ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചൊക്കെ സ്പേസ് ഗ്യാപ്പ് വിട്ട ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ തന്നെ ഒരു പീസും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ബാലൻസ് വരുന്ന പീസിൽ നിന്ന് തന്നെ നമ്മൾ ഏത് സൈഡും ആയിക്കോട്ടെ അതൊന്നും നോക്കണ്ട, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് കറക്റ്റ് അളവ് എന്ന് പറയുന്നത് ക്യാൻവാസ് പിടിപ്പിച്ചിട്ടില്ല ഒരു ഇതാണ് കേട്ടോ. ഇനി മറ്റിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന കുറച്ച് തയ്യൽ തുമ്പ് കൂടി കുറഞ്ഞു വെച്ചിട്ടൊന്നും പ്രശ്നമില്ല, പക്ഷേ ക്യാൻവാസാണ് നമ്മുടെ കറക്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ വെച്ച ശേഷം ഇതിൻ്റെ വക്ക് വരുന്നുണ്ടല്ലോ, ആ വളവ് വരുന്ന ഭാഗം എക്സ്ട്രാ വരുന്നത് ഉള്ളിലോട്ട് വെച്ചിട്ട് നല്ല വൃത്തിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാൽ ഉള്ളിൽ ചുളിവുണ്ടായിച്ചിട്ട് പ്രശ്നമില്ല, പക്ഷേ സ്റ്റിച്ചിങ് വളവൊന്നും ഇല്ലാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ ഫുൾ സൈഡ് നോക്കിയിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കാരണം നല്ല ഭാഗത്തേക്ക് കാണുന്ന ഭാഗമാണ്. സ്റ്റിച്ചിങ് അത്രയും നീറ്റാവണം, ഉള്ളിലത്തെ ചുളിവൊന്നും പ്രശ്നമല്ല. ഈ സൈഡ് അത്രയും നീറ്റായിട്ട് ഒരേ ലെവലിലേക്ക് വരാൻ മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ. കാണുന്ന ഭാഗത്തേക്കാണ് വരിക. അതിനുശേഷം നല്ല ഭാഗം വെച്ച് കൊടുത്ത ശേഷം നല്ല ഭാഗം ഒരുമിപ്പിച്ച് വെക്കുക. ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ടിങ് പോയിന്റിൽ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഫുൾ സൈഡ് നമ്മൾ ക്യാൻവാസിൻ്റെ കുറച്ച് ബാക്ക് ഇട്ടിട്ട് ഇതുപോലെ വക്കിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് വലിക്കേ നിവർത്തി വെക്കാനൊന്നും ചെയ്യരുത്. ക്യാൻവാസ് എങ്ങനെയാണോ ഒരു വളഞ്ഞ് കിടക്കണമെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ തന്നെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നിവർത്തി വെച്ചിട്ടൊന്നും ഒരിക്കലും സ്റ്റിച്ച് ചെയ്യരുത്. ഇതുപോലെ എക്സ്ട്രാ വരുന്നൊക്കെ കട്ട് ചെയ്ത ശേഷം ഫുള്ളായിട്ട് നമ്മളിത് അതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് ആവശ്യമുള്ള എക്സ്ട്രാ സ്റ്റിച്ചിങ്ങിന് ആവശ്യമുള്ള കുറച്ച് ഭാഗം മാത്രം മാറ്റി വെച്ചിട്ട് ബാലൻസൊക്കെ കട്ട് ചെയ്ത് നീറ്റാക്കി ഇടാം കേട്ടോ. ഇത് നമ്മളിത് നല്ല ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ്, കാണാമല്ലേ. ഇപ്പം നമ്മളെ കോളർ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രസ്സിലോട്ട് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഈ ബാലൻസ് വരുന്ന നമ്മൾ കുറച്ച് കൂടുതലായിട്ടാണല്ലോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്.
ഡ്രസ്സിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഇതാ ആ എക്സ്ട്രാ വരുന്ന ഭാഗത്ത് കൂടെ വേണം നമ്മളെ ഫുൾ സ്റ്റിച്ച് വരാൻ കേട്ടോ. ബാക്ക് സൈഡിൽ വേണേൽ പിടിപ്പിക്കാൻ. ഇതുപോലെ വെച്ച ശേഷം അതാ ഒരു 1/2 ഇഞ്ചോളം ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. അതിലൂടെ കറക്റ്റായിട്ട് ഇതാ ഫുൾ റൗണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് താഴത്തെ നമ്മുടെ ഡ്രസ്സിൻ്റെ തുണിയാലും ശരി, കോളർ കട്ട് ചെയ്ത തുണിയാലും ശരി, ഒന്നും വലിക്കാൻ നിൽക്കരുത് കേട്ടോ. ഫ്രീ ആക്കിയിട്ട ശേഷം അളവ് കറക്റ്റാണോ നമുക്ക് സെറ്റായി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിലോ ചെറിയ ചെറിയ ചേഞ്ചുകൾ വരും. നമ്മൾ വലിക്കുമ്പോൾ എന്താ വെച്ചാൽ അളവിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. കറക്റ്റായിട്ട് കട്ട് ചെയ്യണമല്ലേ. ഇതുപോലെ ഫ്രീ ആക്കിയിട്ട ശേഷം ഫുൾ റൗണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാണാമല്ലേ, കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ത്രെഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതാ ജസ്റ്റ് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഏകദേശം കോളറിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. കാണാമല്ലേ, ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ നല്ല സൈഡിലോട്ട് ഇട്ട ശേഷം അതിനൊരു മുകൾ സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കാണാമല്ലേ, ഇതുപോലെ വെച്ച ശേഷം സ്റ്റാർട്ടിങ് മുതൽ ഇതാ ഈ സൈഡ് മുതൽ ആ സൈഡ് വരെ കറക്റ്റായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണുന്നുണ്ടാവും. നമ്മൾ ഫസ്റ്റ് മടക്കി വെച്ച സ്റ്റിച്ച് കാണുന്ന ഭാഗത്തേക്ക് വരിക. അതോട്ടാണ് പറഞ്ഞാൽ സ്റ്റിച്ചിങ് ഉള്ളിൽ എത്ര തുണി ചുളിവ് ഉണ്ടായാലും പ്രശ്നമില്ല, പക്ഷേ സ്റ്റിച്ചിങ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് വരണം. അത് കാണുന്ന ഭാഗത്തേക്ക് അപ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. ആ സെയിം കളർ ത്രെഡാണ് എടുത്ത് കാണൂല, പക്ഷെ എന്നാൽ കൂടി ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പം നമ്മുടെ കോളർ സ്റ്റിച്ചിങ് ഏകദേശം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാണാമല്ലേ, ഫുൾ റൗണ്ട് ഇതുപോലെ വലിച്ചു പിടിക്കാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ലാസ്റ്റ് വരുന്ന തയ്യൽ തുമ്പൊക്കെ നെക്കിൻ്റെ സ്റ്റാർട്ടിലുള്ള തുമ്പൊക്കെ അത് ഉള്ളിലോട്ട് ഇട്ട ശേഷം അവിടെ ഒരു കെട്ട്, സ്റ്റാർട്ടിങ്ങിലും കെട്ടിട്ട് കൊടുക്കണം, അവസാനത്തിലും ഇതാ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാക്സിമം വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. ഒരു 38-40 സൈസ് വരുന്ന ആൾക്കാരെ ഒരു നെക്കാണിത്. നെക്ക് വിടുത്തെന്ന് പറയണത് വീണ്ടും പറയണത് ഒരു 3 ഇഞ്ച്, നെക്ക് ലെങ്ത്ത് പറയണത് 3.5 അല്ലെങ്കിൽ ഒരു 3.25 വരെ എടുക്കാം കേട്ടോ. കാണാമല്ലേ, നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ഇട്ടിട്ട് ജസ്റ്റ് കാണിച്ചു തരാം, അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ കഴുത്തിൽ ടച്ചായിട്ട് കിടക്കുന്ന സൈസ് ചൈനീസ് കോളറാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉള്ളവർ മെസ്സേജ് വഴി എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി കാണാം. ഓക്കേ.